Hello friends, welcome back to Star Life Tech. വിവോയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഐക്യൂ എന്ന കമ്പനിയിൽ നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. Iqoo Z1 അല്ലെങ്കിൽ Iqoo Z1. ഈ ഒരു ഡിവൈസ് ഒരു 5G കണക്ടിവിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് Iqoo Z1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.57 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 83.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റ് വരുന്നത് 195 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ MediaTek Dimensity 1000+ എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതൊരു 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചിപ്സെറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Iqoo Z1. ഈ ഒരു സ്മാർട്ട് ഫോൺ Android 10 ബേസിലാണ് റൺ ചെയ്യുന്നത്. Iqoo UI 1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. Mali G77 MC9 എന്ന GPU ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജുമാണ്. പിന്നെ മിഡിൽ വേരിയൻറ്റ് 8GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജുമാണ്. ആൻഡ് ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാമും 256GB ഇൻ്റർണൽ സ്റ്റോറേജുമാണ്. UFS 2.1 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, അതിൽ നമുക്ക് 112 ഡിഗ്രി ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് LED ഫ്ലാഷും റിയർ സൈഡിൽ കാണാം. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേക്കകത്ത് തന്നെ ഒരു പഞ്ച് ഹോൾ കട്ടിലാണ് നമുക്ക് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ്. അതുപോലെ തന്നെ 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. 44 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 to 50% 23 മിനിറ്റ്സിനകം ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 0 to 100% നമുക്ക് 59 മിനിറ്റ്സിനകം ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഗാലക്സി സിൽവർ, സ്പേസ് ബ്ലൂ എന്നീ 2 കളർ വേരിയൻസിലാണ് ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Iqoo Z1 എന്ന ഡിവൈസിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 23,490 രൂപയാണ്. അതുപോലെ തന്നെ ജൂലൈ 31 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Iqoo Z1. ഡിസ്പ്ലേ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 144 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് പെർഫോമൻസ് നമുക്ക് ഡിസ്പ്ലേയുടെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G കണക്ടിവിറ്റിയുമായിട്ട് വരുന്ന ഒരു ഡിവൈസ് കൂടിയാണിത്. പിന്നെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയും മികച്ച ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.